മതിലുള്ള സ്ഥലത്തെത്തിയപ്പോൾ ഓല് പെട്ടെന്ന് മുന്നിലേക്ക് വന്ന് ഓവർടേക്ക് ചെയ്ത് മുന്നിൽ വിലങ്ങിനിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വലിച്ചിട്ടു. അതിൽ ഞാൻ ഒരാളെ ചവിട്ടി കൊതറി ഓടിയേക്കാണ്. പട്ടാപ്പകൽ +2 വിദ്യാർത്ഥിനിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമമെന്നാണ് പരാതി ഉയർന്നിരിക്കുന്നത്. പരാതിക്കാരി ഓടിക്കയറിയത് തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്കും. നടുക്കുന്ന വാർത്തയിൽ ഞെട്ടിവിറച്ചിരിക്കുകയാണ് മലയോര ഗ്രാമം. കരുവാരകുണ്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി +1 വിദ്യാർത്ഥിനിയാണ് തന്നെ തിങ്കളാഴ്ച രാവിലെ ഹൈസ്കൂൾ റോഡിൽ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിനും പോലീസ് സ്റ്റേഷനും ഇടയിലുള്ള ഭാഗത്ത് വെച്ച് കാറിലെത്തിയ സംഘം ബലപ്രയോഗത്തിലൂടെ കടത്തിക്കൊണ്ടുപോകാൻ ശ്രമിച്ചെന്ന പരാതിക്കാരി. കാറിൽ 3 പേരാണ് ഉണ്ടായിരുന്നതെന്നും പന്തികേട് തോന്നി ഓടി മാറാൻ ശ്രമിച്ച തന്നെ കാർ വിലങ്ങിട്ട് തടഞ്ഞു നിർത്തിയ ശേഷം പുറത്തിറങ്ങിയ അതിലൊരാൾ കാലുകളിൽ കൂട്ടിപ്പിടിച്ച് കാറിനകത്തേക്ക് വലിച്ചിട്ടെന്നും മൽപിടുത്തത്തിനിടെ സാഹസികമായി അയാളെ തൊഴിച്ച് തെറിപ്പിച്ച ശേഷം ഓടി രക്ഷപ്പെട്ടെന്നുമാണ് കരാട്ടെ പഠിച്ചിട്ടുള്ള പെൺകുട്ടി പറയുന്നത്. സംഭവ സ്ഥലത്തിനടുത്തുള്ള പോലീസ് സ്റ്റേഷന്റെ മുന്നിലായി മുറ്റമടിച്ചുകൊണ്ടിരുന്ന സ്ത്രീയോട് നിലവിളിച്ച് വിവരം പറഞ്ഞ ശേഷം കുടുംബനാഥനെയും കൂടെ കൂട്ടിയാണ് കുട്ടി സ്റ്റേഷനിലേക്ക് എത്തിയത്. കെ ന്യൂസ് റിപ്പോർട്ടർ OPയോട് വീട്ടിൽ വെച്ച് പെൺകുട്ടി മാതാപിതാക്കളോടൊപ്പം ഇങ്ങനെയാണ് സംഭവത്തെക്കുറിച്ച് വിവരിച്ചത്. ഇന്നലെ നടന്ന സംഭവം എന്താണ്? ഇന്നലെ സ്കൂൾക്ക് പോയപ്പോൾ സ്കൂളിൽ നിന്ന് ടൂർ പോയി കഴിഞ്ഞ് ജലദോഷം പിടിച്ചിന്. അപ്പോൾ ഹോസ്പിറ്റലിൽ പോയതാണ്. ഹോസ്പിറ്റല് അപ്പോൾ തുറന്നിട്ടില്ല. ഞാൻ തിരിഞ്ഞ് നടന്നപ്പോൾ അവിടെ ഹോസ്പിറ്റലിൻ്റെയും പ്ലേ ഗ്രൗണ്ടിൻ്റെ അടുത്തുള്ള അതിൻ്റെ അവിടെ ഒരു കാറ് നിർത്തിയിട്ടിരിക്കണ കണ്ടു. അതിൽ ഇറങ്ങിയ ഒരാൾ നോട്ടവും ഭാവം ശരിയല്ല എന്ന് കണ്ടപ്പോൾ ഞാൻ സ്കൂൾ കണക്കിന് പകരം തിരിച്ചന്നെ നടന്ന് വീട്ടിൽ വല്ല ആരെങ്കിലും ഉണ്ടോ നോക്കാൻ വേണ്ടി തിരിഞ്ഞ് നടന്ന് കുറച്ച് മതിലുള്ള സ്ഥലത്തെത്തിയപ്പോൾ ഓല് പെട്ടെന്ന് മുന്നിലേക്ക് വന്ന് ഓവർടേക്ക് ചെയ്ത് മുന്നിൽ വിലങ്ങിനിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വലിച്ചിട്ടു. അതിൽ ഞാൻ ഒരാളെ ചവിട്ടി കൊതറി ഓടിയേക്കാണ്. അവിടുന്ന് ഓടി പോലീസ് സ്റ്റേഷൻ്റെ അവിടെ എത്താനപ്പോൾ ഒരു താത്ത അടിച്ചു വരുന്നുണ്ട്. അവിടെ ചെന്ന് ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് താത്തയും അവിടുത്തെ കാക്കുമ്പാടെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. എന്നിട്ട് പിന്നെ വീട്ടുകാരെ അവിടെ നിന്ന് വിളിച്ചു. ഇയാളെ മുമ്പ് കണ്ടതായിട്ട് ഓർമ്മയൊന്നുമില്ല. കാറിലാണ്. എത്ര പേരുണ്ടായിരുന്നവര്? 2 പേരാണ് ഞാൻ വലിച്ചിട്ടത്. പിന്നെ ഡ്രൈവർ സീറ്റിൽ ഒരാളുണ്ട്. പിന്നെ എത്ര ഉണ്ടെന്ന്. ആ സമയത്ത് അവിടെ ആളുകൾ ചുറ്റുഭാഗത്ത് കടകളൊന്നും തുറന്നിട്ടില്ല. അതിനാ ടൈമിൽ ഹോസ്പിറ്റലും തുറന്നിട്ടില്ല. ഇവിടെ പിന്നെ നേരെ പോലീസ് സ്റ്റേഷനിൽ ചെന്നു. പോലീസ് സ്റ്റേഷനിൽ നിന്ന് അന്ന് സ്കൂളിലെ അവരെ അധ്യാപകരെ അവിടുന്ന് വിവരങ്ങൾ അറിയിച്ചു. അധ്യാപകർ വന്നു. എന്നിട്ട് അവിടുന്ന് എന്തൊക്കെയാണ് അവർ ചോദിച്ചത് പോലീസുകാർ? അവിടുന്ന് സോഷ്യൽ മീഡിയ ഉണ്ടോ, ഇൻസ്റ്റഗ്രാം ഉണ്ടോ, ഇൻസ്റ്റഗ്രാമിൽ ആരെങ്കിലും വന്ന് ബ്ലാക്ക് മെയിൽ ചെയ്തിനോ, എനിക്ക് വല്ല ലവർ ഉണ്ടോ, അങ്ങനെ കുറേ കാര്യങ്ങൾ ചോദിച്ചു. അതിൽ ഞാൻ പൊതുവേ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാത്ത ആളാണ്. ഇൻസ്റ്റഗ്രാമില്ല, വാട്സപ്പ് തന്നെ കാര്യങ്ങൾ വന്നാൽ തന്നെ ഇമ്മയാണ് ഒക്കെ നോക്കാറ്. പിന്നെ ഫോൺ എടുക്കാറന്നെ ഞാൻ ഒന്ന് കഥകൾ വായിക്കാനും പിന്നെ ക്ലാസ് ഉണ്ട്. ഞാൻ സൈലത്തിലാണ് പഠിക്കുന്നത്. അതുകൊണ്ട് അതിന് മാത്രമേ ഞാൻ ഫോൺ ഉപയോഗിക്കാറുള്ളൂ. പിന്നെ വീട്ടിലാരെങ്കിലും ശത്രുക്കൾ, കുടുംബക്കാരായിട്ടുള്ള ശത്രുക്കളുണ്ടോ, എനിക്ക് ശത്രുക്കളുണ്ടോ, അങ്ങനെയൊക്കെ ചോദിച്ചു. വിദ്യാഭ്യാസ കാലത്ത് കരാട്ടെ പഠിച്ചത് ഒരു അനുഗ്രഹമായി തോന്നുന്നുണ്ടോ ഈ സമയത്ത്? ഉണ്ട്, തീർച്ചയായിട്ടും. അത് പഠിച്ചത് വീട്ടിലെ സാഹചര്യം കൊണ്ട് പുറത്ത് പോയി പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഞാൻ സ്വയം കുഴപ്പമില്ലാതെ ഒറ്റയ്ക്ക് പഠിച്ചിട്ടുണ്ട് കുറച്ചൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ അതിന് കഴിച്ചിലേക്കുന്നത്. ഇനി ഈ ആളുകളെ കണ്ടാൽ തിരിച്ചറിയോ? അതിൽ ഒരാളാണ് എൻ്റെ കാല് പിടിച്ച് വലിച്ചുള്ളിക്കിട്ടത്. അയാളെ മുഖമാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അത് നേരിക്കിന് കണ്ടാൽ തീർച്ചയായിട്ടും ഒരാളെന്തായാലും തിരിച്ചറിയും. എന്നിട്ട് അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോയതിനു ശേഷം ആ തിരിഞ്ഞു നിന്നപ്പോൾ ഈ വണ്ടി ഏത് ഭാഗത്തേക്കാണ് പോയതെന്ന് ശ്രദ്ധിച്ചോ? ഞാൻ അതിന് ആകെ ജീവനും കൊണ്ട് അങ്ങോട്ട് ഓടിയൊക്കെയാണ്. അപ്പോൾ പിന്നെ ബാക്കൊക്കെ നോക്കിയപ്പോൾ ആദ്യം നോക്കിയപ്പോൾ 2 പിന്നാലെ വരുന്നവർക്ക് തോന്നി. അപ്പോൾ ഞാൻ നല്ല സ്പീഡിൽ കുറച്ചൊന്നാ ഓടി. ഒരു ഭാഗത്തിപ്പോൾ കുറച്ച് കുട്ടികളിങ്ങനെ മുന്നിൽ നല്ല ദൂരത്ത് കണ്ടപ്പോൾ ഞാൻ ഒന്നുകൂടെ ബാക്കൊക്കെ നോക്കി. അപ്പോൾ ഓലെ പിന്നെ ഞാൻ കണ്ടിട്ടില്ല. കുട്ടികൾ സഹായത്തിന് വന്നോ? ശബ്ദം ഓൾറെഡി മൊത്തം പോയിക്കണ്. അപ്പോൾ ഞാൻ ഓടി ഓലെടുത്തെത്തി. ഒരു ഹൈസ്കൂളത്തെ കുട്ടികളാണ്. അപ്പോൾ ചെറിയ കുട്ടികളല്ലേ, ഓലോട് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. പിന്നെ ശബ്ദമില്ല. പിന്നെ അപ്പോഴാണ് ഞാൻ അവിടെ രാവിലെ ആയതുകൊണ്ട് തന്നെ ഒരു താത്ത അടിച്ചു വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ താത്താൻ്റെ അടുത്ത് ഓടിച്ചതാണ്. എന്നിട്ട് ആ താത്താനോടാണ് കാര്യങ്ങൾ പറഞ്ഞത്. സ്റ്റേഷനിലേക്ക് കുട്ടിയോടൊപ്പം പോയ സമീപവാസിയായ കരീം എന്നയാൾ പറഞ്ഞത്
പരിഭ്രമത്തിലായ കുട്ടിയോടൊപ്പം സ്റ്റേഷനിലേക്ക് അതിവേഗം താനും കൂടി പോവുകയായിരുന്നു എന്നാണ്. ഇന്നലെ ഒരു കുട്ടിയുടെ ഒരു വിഷയം ഉണ്ടായിരുന്നല്ലോ, അവിടെ എന്താണ് സംഭവിച്ചത്? രാവിലെ ഒരു 8:25 സമയത്ത് ഒരു കുട്ടിയോട് വന്നിട്ട് എൻ്റെ വൈഫിനോടൊരു സഹായം ചോദിച്ചു. കാരണം തങ്ങളൊന്ന് വരുമോ, സ്റ്റേഷനിലൊന്ന് പോകണം, എൻ്റെ കുട്ടീന്ന് വെച്ച് പിന്നെ രണ്ടാൾ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ മേലേക്ക് കയറി വെക്കുമ്പോൾ ആരെയും കാണാനുമില്ല. അതിലുള്ളിനെ പെട്ടെന്ന് വിളിച്ചു കൊണ്ടൊന്ന് വരും, കുട്ടി കൊണ്ടൊന്ന് കാര്യമില്ല. അപ്പോൾ കുട്ടീനോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അവർ PSIയിൽ വന്നതായിരുന്നു. വന്ന സമയത്ത് അത് പൂട്ടി കിടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ആരും ഇല്ല സമയത്ത് ഒരു കാറിൻ്റെ ബാക്കിൽ വന്ന് ഫോളോ ചെയ്ത് പിന്നെ അതിലേക്ക് വലിച്ചിടാൻ ശ്രമിച്ചു. പിന്നെ വലിച്ചിട്ടു എന്നാണ് പറഞ്ഞത്. അപ്പോൾ കുട്ടി ചവിട്ടിയിട്ട് പുറത്തേക്ക് ചാടി ഓടി. അങ്ങനെ നേരെ അങ്ങോട്ട് വന്ന് സ്റ്റേഷനിൽ പോകാൻ അവൾക്ക് ആരെങ്കിലും കൂട്ടുപാടെന്നുള്ള എനിക്ക് എൻ്റെ ഭാര്യനെ അവിടെ പുറത്ത് കണ്ടപ്പോൾ അവിടെ അടിച്ചു വാരിയിരുന്നു. ആ സമയത്ത് കണ്ടപ്പോൾ ഇങ്ങനെ ഒന്ന് വരുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ കൂടെ പോയി. അവിടെ തൊട്ടടുത്ത വീട്ടിലെ സ്ത്രീ കൂടെ ഞാൻ കൂട്ടി. കാരണം ഒരു സാക്ഷി എന്നുള്ള എനിക്ക് ഒരു പെൺകുട്ടിനെയും കൊണ്ട് പോവല്ല. അങ്ങനെ നമ്മൾ 3 നാൾ സ്റ്റേഷനിൽ ചെന്ന് പേരൊക്കെ പറഞ്ഞു. അപ്പോഴൊക്കെ അവരുടെ ആളുകളൊക്കെ വിളിച്ച് വന്നു. സംഭവം നടന്നു എന്ന് പറയപ്പെടുന്ന സമയത്ത് കരുവാരകുണ്ട് അങ്ങാടിയിൽ നിന്ന് ഹൈസ്കൂൾ റോഡിൽ സ്റ്റേഷന് മുന്നിലൂടെ ഒരു കാർ കടന്നു പോകുന്നതായും ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ അതേ കാർ മടങ്ങിപ്പോകുന്നതായും CCTV ദൃശ്യങ്ങളിൽ പതിഞ്ഞിട്ടുണ്ട്. സമീപ പ്രദേശങ്ങളിലെ CCTV ദൃശ്യങ്ങൾ മുഴുവൻ ശേഖരിച്ചു വരുന്നുണ്ടെന്നും സംഭവത്തെക്കുറിച്ച് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ടെന്നുമാണ് കരുവാരകുണ്ട് പോലീസ് പറഞ്ഞത്. സംഭവം നടന്നു എന്ന് പറയുന്ന സ്ഥലത്തിന് സമീപത്ത് പ്രശസ്തമായ പാരലൽ കോളേജും 150 മീറ്റർ മാത്രം അകലെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളും ഇരുഭാഗത്തും നിരവധി വീടുകളും ആശുപത്രിക്ക് സമീപം കച്ചവട സ്ഥാപനങ്ങളുമെല്ലാം ഉള്ളതിനാൽ വിദ്യാർത്ഥികളും ആശുപത്രിയിലേക്ക് വരുന്ന രോഗികളും ഉൾപ്പെടെ ഏറെക്കുറെ തിരക്കുള്ള റോഡിൽ വെച്ച് സംഭവിച്ച കാര്യത്തിൽ ദൃക്സാക്ഷികൾ ആരും ഇല്ലാത്തതിനാൽ എത്ര കണ്ട് വസ്തുതയുണ്ടെന്ന് സംശയിക്കുന്നവരും പ്രദേശവാസികളിൽ ഉണ്ട്. നിരവധിയായ കാരണങ്ങൾ കൊണ്ട് മാനസിക സംഘർഷത്തിൽ അകപ്പെടുന്ന കുട്ടികൾ സമീപകാലത്ത് ഇത്തരത്തിൽ കെട്ടുകഥകൾ മെനഞ്ഞുണ്ടാക്കുന്നത് വ്യാപകമാണെങ്കിലും ഇവിടെ ഒരു പെൺകുട്ടി അവളുടെ പരാതിയിൽ ഉറച്ചു നിൽക്കുന്നു എന്ന സ്ഥിതിക്ക് എത്രയും വേഗം അന്വേഷണം നടത്തി സംഭവത്തിന്റെ നിജസ്ഥിതി വെളിച്ചത്ത് കൊണ്ടുവരേണ്ടതുണ്ടെന്നാണ് കെ ന്യൂസിന് പറയാനുള്ളത്. ക്യാമറാമാൻ ജാബിർ, റിപ്പോർട്ടർ OP എന്നിവരോടൊപ്പം ഉമ്മച്ചൻ. അറിഞ്ഞോ, കേരളത്തിൽ ഇപ്പോൾ വനിതകളുടെ മുന്നേറ്റം. +2 കഴിഞ്ഞവർ അബാക്കസ് അധ്യാപകരായി മാറുന്നു. ബിസ്മാർട്ട് അബാക്കസിന്റെ വിമൻ എംപവർമെന്റ് പ്രോഗ്രാമിലൂടെ സൗജന്യ അധ്യാപക പരിശീലനവും സർട്ടിഫിക്കറ്റ് നേടാം. ആഴ്ചയിൽ 1 ദിവസം ജോലിയും വരുമാനവും. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അധ്യാപകരുള്ള വിദ്യാഭ്യാസ സ്ഥാപനം. 20,000-ഓളം വനിതകൾ ഈ പ്രൊജക്ടിന്റെ ഭാഗമായി അധ്യാപകരായി ജോലി ചെയ്യുന്നു. ബിസ്മാർട്ട് അബാക്കസ് ഇപ്പോൾ കേരളത്തിലെ എല്ലാ വാർഡുകളിലും. കൂടുതൽ അറിയാൻ ഉടൻ വാട്സ്ആപ്പിൽ ബന്ധപ്പെടുക. ബിസ്മാർട്ട് അബാക്കസ് 9447164411.